ബോധിധർമ്മൻ. ഇന്ന് ഈ പേര് കേൾക്കാത്തവർ കുറവാണ്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് പോയൊരു മഹാൻ തൻ്റെ ഉള്ളിലെ ബുദ്ധനെ തിരിച്ചറിഞ്ഞ് ബോധോദയത്തിൻ്റെ, ധ്യാനത്തിൻ്റെ, ബുദ്ധൻ്റെ സന്ദേശവുമായി ചൈനയിലെത്തിയ മറ്റൊരു ബുദ്ധൻ. ബോധിധർമ്മൻ ചൈനയിൽ എവിടെയോ ഒരു മലയുടെ മുകളിൽ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ തേടി 3 ചെറുപ്പക്കാരെത്തി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരവിടെ എത്തിയത്. അവരുടെ ഉദ്ദേശം ഇതാണ്: സെൻ പഠിക്കുക, സത്തോരി അനുഭവിക്കുക. അറിയാത്തവർക്കായി പറയട്ടെ, സെൻ എന്നത് ഇന്ത്യയിൽ നിന്ന് പോയൊന്നാണ്. നമ്മുടെ സംസ്കൃതത്തിലെ ധ്യാനയാണ് സെൻ. ധ്യാന എന്നത് ചൈനയിലെത്തിയപ്പോൾ അത് ചാൻ അല്ലെങ്കിൽ ചാന എന്നായി. ചാൻ എന്നത് ജപ്പാനിലെത്തിയപ്പോൾ അത് സെന്നായി. ഇന്ന് സെൻ എന്നത് ലോക പ്രശസ്തമായ ഒന്നാണ്. ആത്മീയതയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സെൻ എന്ന വാക്ക് കേൾക്കാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. അതിമനോഹരമായൊരു ഫീൽഡാണ് സെൻ. സെൻ കഥകൾ, സെൻ സന്യാസിമാരുടെ അനുഭവങ്ങൾ, പ്രഭാഷണങ്ങൾ, കവിതകൾ ഇവ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. വളരെ മനോഹരമാണത്. സത്തോരി എന്നത് നമ്മുടെ ഭാഷയിലെ നിർവാണ, മുക്തി, മോക്ഷം, സമാധി എന്നീ വാക്കുകളുമായി സിമിലറായൊരു വാക്കാണ്. ഈ 3 ചെറുപ്പക്കാരുടെ ഉദ്ദേശം ഇതാണ്: സെൻ പഠിക്കുക, അതുവഴി സമാധി അല്ലെങ്കിൽ സത്തോരി അനുഭവിക്കുക. ഈ 3 ചെറുപ്പക്കാർ മലയുടെ മുകളിൽ ബോധിധർമ്മൻ്റെ ആശ്രമത്തിലെത്തുമ്പോൾ ബോധിധർമ്മൻ സൂപ്പ് കുടിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വലിയൊരു യാത്ര നടത്തിയിട്ടാണ് ഈ ചെറുപ്പക്കാരവിടെ എത്തിയിരിക്കുന്നത്. അവർ ബോധിധർമ്മനെ നോക്കി വണങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു: ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ്: സെൻ പഠിക്കുക, ഏകാഗ്രത എന്തെന്നറിയുക, സമാധി, സത്തോരി അനുഭവിക്കുക. ദയവായി ഇതിനുള്ള വഴി പറഞ്ഞു തരൂ. ബോധിധർമ്മൻ അവരെ ഒന്ന് നോക്കാൻ പോലും ശ്രമിച്ചില്ല. ആ താല്പര്യം പോലും കാണിച്ചില്ല. അവരെ ഒന്ന് നോക്കാതെ ബോധിധർമ്മൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്: ഞാൻ എൻ്റെ സൂപ്പ് കുടിക്കുകയാണ്. ബോധിധർമ്മൻ്റെ മറുപടി കേട്ടപ്പോൾ 3 ചെറുപ്പക്കാരും ഞെട്ടിപ്പോയി. അവർ കൺഫ്യൂസ്ഡായിപ്പോയി. അവർ തമ്മിൽ നോക്കാൻ തുടങ്ങി. എന്താ ഇപ്പോൾ സംഭവിച്ചത്? ബോധിധർമ്മന് നമ്മൾ പറഞ്ഞത് മനസ്സിലാകാത്തതാണോ? അതോ അയാൾക്കിനി ചെവി കേൾക്കത്തില്ലേ? നമ്മൾ എന്താണ് ചോദിച്ചത്? വളരെ സീരിയസ് ആയിട്ട് ചോദ്യം. ധ്യാനത്തെക്കുറിച്ച്, സെന്നിനെക്കുറിച്ച്, സത്തോരിയെക്കുറിച്ച്. അയാൾ തിരിച്ചു പറയാനാവട്ടെ അയാൾ സൂപ്പ് കുടിക്കുകയാണെന്ന്. എന്ത് തരം ഉത്തരവാണിത്? മാത്രമല്ല, അത് പറയേണ്ട ആവശ്യം എന്താണ്? അയാൾ സൂപ്പ് കുടിക്കുന്നത് നമുക്കും കാണാമല്ലോ. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. കുറച്ചു നേരം അവർ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരല്പം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചു. ബോധിധർമ്മൻ്റെ മറുപടിയും നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു. ബോധിധർമ്മൻ പറഞ്ഞു: ഞാൻ എൻ്റെ സൂപ്പ് കുടിക്കുകയാണ്. ചെറുപ്പക്കാർ വീണ്ടും കുറച്ചു നേരം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവർ ആ ചോദ്യം ചോദിച്ചു. ബോധിധർമ്മൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെ വീണ്ടും കൊടുത്തു. ഇപ്പോഴത്തേക്കും ചെറുപ്പക്കാരുടെ ക്ഷമ നശിച്ചിരുന്നു. ഒരുപാട് ദേഷ്യത്തോടെ അവർ പറഞ്ഞു: ഞങ്ങൾ ചോദിക്കുന്നത് വളരെ സീരിയസ് ആയ ചോദ്യമാണ്. നിങ്ങൾ എന്ത് തരം ഉത്തരവാണ് ഈ തരുന്നത്? ഇപ്രാവശ്യം ബോധിധർമ്മൻ തലപൊക്കി തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശിഷ്യനോട് പറഞ്ഞു: ഇവർക്ക് 3 പേർക്കും ഓരോ ബൗൾ സൂപ്പ് കൊടുക്കുക. അവർ സൂപ്പ് കുടിക്കട്ടെ. അങ്ങനെ 3 ചെറുപ്പക്കാർക്കും സൂപ്പ് കിട്ടി. അവരും ഇരുന്നു സൂപ്പ് കുടിക്കാൻ തുടങ്ങി. സൂപ്പ് കുടിച്ച് കുറച്ചായപ്പോഴാണ് അവരൊരു കാര്യം ഓർത്തത്. അവർ വന്നത് എന്തിനാണ്? അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയത് സെന്നിനെക്കുറിച്ചും സത്തോരിയെക്കുറിച്ചും അറിയാനാണ്, സൂപ്പ് കുടിക്കാനല്ല. ഇത് ഓർമ്മ വന്നപ്പോൾ അവർ വീണ്ടും പെട്ടെന്ന് ബോധിധർമ്മനോട് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചു. ബോധിധർമ്മൻ വീണ്ടും നേരത്തെ കൊടുത്ത ഉത്തരം തന്നെ കൊടുത്തു: ഞാൻ എൻ്റെ സൂപ്പ് കുടിക്കുകയാണ്. ഇപ്രാവശ്യം ചെറുപ്പക്കാർക്ക് അവരുടെ എല്ലാ ക്ഷമയും നശിച്ചു. അവർക്ക് നല്ല ദേഷ്യം വന്നു. അവർ പറഞ്ഞു: ഞങ്ങളും സൂപ്പ് കുടിക്കുകയാണ്. അപ്പോഴേക്കും ബോധിധർമ്മൻ അദ്ദേഹത്തിൻ്റെ സൂപ്പ് കുടിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു: ഇല്ല,
നിങ്ങൾ സൂപ്പ് കുടിക്കുകയല്ല, നിങ്ങൾ സൂപ്പ് കുടിച്ചുകൊണ്ട് സെന്നിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഒരേ സമയം രണ്ട് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെയല്ല ചെയ്തത്. കുറച്ച് മുൻപ് ഞാൻ സൂപ്പ് കുടിക്കുമ്പോൾ സൂപ്പ് കുടിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സൂപ്പ് കുടിക്കുമ്പോൾ സൂപ്പ് കുടിക്കുന്നു, അത്ര തന്നെ. പറയുന്നത് ഈ 3 ചെറുപ്പക്കാരും വളരെയധികം സെൻസിറ്റീവായിരുന്നതാണ്. ബോധിധർമ്മൻ്റെ ഈ വാക്കുകൾ അവരെ വല്ലാതെ ബാധിച്ചു. ആ നിമിഷം അവർക്ക് സതോരിയുടെ സമാധിയുടെ അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയെന്ന് ചോദിച്ചേക്കാം. ഒരാൾ ഒരു കെട്ടിടത്തിൻ്റെ അറ്റത്ത് പോയി നിൽക്കുമ്പോൾ അയാളെ താഴെ വീഴ്ത്താൻ അതിശക്തമായി തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തൊട്ടാൽ മതി, ശരിയല്ലേ? ഏതാണ്ട് ഇതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ വളരെ വലിയ യാത്ര ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു അനുഭവം മതി. അതിൽ നിന്നും അവർക്ക് സമാധിയുടെ അനുഭവം ഉണ്ടാവും. ചെയ്യുന്ന പ്രവൃത്തി എന്തായിരുന്നാലും പൂർണ്ണ ബോധത്തോടെ ചെയ്യുക, പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. ഭക്ഷണം കഴിക്കുകയാണോ, പൂർണ്ണ ബോധത്തോടെ ഭക്ഷണം കഴിക്കൂ. നടക്കുകയാണോ, പൂർണ്ണ ബോധത്തോടെ നടക്കൂ. സൈക്കിൾ ചവിട്ടുകയാണോ, പൂർണ്ണ ബോധത്തോടെ സൈക്കിൾ ചവിട്ടൂ. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണോ, പൂർണ്ണ ബോധത്തോടെ കേട്ടിരിക്കൂ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ, പൂർണ്ണ ബോധത്തോടെ സംസാരിക്കൂ. നിങ്ങൾ ദേഷ്യപ്പെടുകയാണോ, പൂർണ്ണ ബോധത്തോടെ ദേഷ്യപ്പെടൂ. എന്താണ് ചെയ്യുന്നത് എന്നതിന് ഒരു പ്രസക്തിയില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ പൂർണ്ണ ബോധത്തോടെ ചെയ്യൂ. ബി ടോട്ടലി പ്രസൻറ്റ് ഇൻ ദ മൊമെൻറ്റ്. ആ നിമിഷത്തിൽ പൂർണ്ണ ബോധത്തോടെ നിൽക്കൂ. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. സെൻ പറയുന്നത് ഇത്ര മാത്രമാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് ചെയ്യുക, പൂർണ്ണ ബോധത്തോടെ ചെയ്യുക. ഇങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ സതോരിയുടെ സമാധിയുടെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും. ബോധിധർമ്മനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും സെന്നിനെക്കുറിച്ചും ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നീട് ഈ വിഷയങ്ങളിലെല്ലാം വീഡിയോസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻസിലൂടെ അത് അറിയിക്കുക. ഈ നല്ല അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ അറിവ് വരുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നു എന്നതിനൊപ്പം ഈ ചാനലിനും അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്.